കഴിഞ്ഞ ദിവസം ഞാൻ പള്ളിയിൽ പോയപ്പം ഞങ്ങളുടെ ഒരു ബിഷപ്പ് പള്ളി സന്ദർശിക്കാൻ വന്നു. അപ്പോൾ അദ്ദേഹത്തോട് എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ള അവസരം കിട്ടി. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു. നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മെയിനായിട്ട് കാണുന്ന ഒരു പ്രശ്നമല്ല, ഒരു കൺഫ്യൂഷൻ അല്ലേ. നമുക്കൊരു കാലത്ത് ഈ എത്തിസ്റ്റുകളുടെ ഒരു പ്രഭാവം ഉണ്ടായിരുന്നു അല്ലേ. ഇറ്റ് വാസ് ക്ലീഷ അല്ലെങ്കിൽ ഒരു ട്രെൻഡായിരുന്നു എത്തിസ്റ്റുകൾ. റിലീജിയനിൽ ഇറങ്ങിപ്പോകുന്ന ഒരു ഭയങ്കരമായിട്ട് റിബല്യസ് ആയിട്ട് നടക്കുന്ന അതൊരു കാറ്റഗറി ഓഫ് വേ. അതുപോലെ തന്നെ അവർ തമ്മിലൊരു തമ്മിലടി അല്ലേ, ഹൈലി റിലീജിയസ് ആയിട്ടുള്ളവരും എത്തിസ്റ്റുകളും തമ്മിലൊരു തമ്മിലടി ഭയങ്കരമായിട്ട് നടക്കും. ഇപ്പോഴത്തെ അതുപോലെ തന്നെയുള്ളൊരു സാധനമാണ് സ്പിരിച്വാലിറ്റി ആൻഡ് റിലീജിയസ് എന്ന് പറയുന്ന സാധനം. ദ തിങ് ഈസ് ലൈക്ക് ഹൂവർ ഒഫൻഡ് റെഗുലറായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒഫൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് റീച്ച് കിട്ടുകയും അത് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ ആണെങ്കിലും അല്ലെങ്കിൽ വാമൊഴിയായിട്ടാണെങ്കിലും കൂടുതലായിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഈ എന്താണ് religion, what is difference between religion and spirituality, and what is the significance of religion എന്നൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാൻ ആ ഒരു ബിഷപ്പിനോട് ചോദിച്ചത്. കാരണം സ്പിരിച്വാലിറ്റി ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആണ്. അതേസമയം റിലീജിയൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഒരു സാധനമാണ്. ഇപ്പം റിലീജിയസ് ആയിട്ടുള്ളവർ പോലും ഞാൻ റിലീജിയസ് ആണെന്ന് പറയാൻ ഭയപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഭയപ്പെടുകയല്ല, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് they would be considered as something, it's very shame. ഇപ്പം നിങ്ങൾ വെറുതെ, ഇപ്പം ഞാൻ എൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ പറയാമേ. നമ്മൾ വെറുതെ പുറത്തോട്ട് നടന്നു പോകുമ്പം പല തരത്തിലുള്ള ആഡുകൾ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ക്ലബിങ്ങിൻ്റെ നമുക്ക് ചിലപ്പം മിഡ് നൈറ്റ് തന്നെ ക്ലബിങ് ഉണ്ട്, അല്ലെങ്കിൽ ഡാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പാർട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫ്ലയർ തരുമ്പോൾ നമ്മളത് മേടിക്കും അല്ലേ. അതുപോലെ തന്നെ പലതരം ഫ്ലയേഴ്സ് ഇങ്ങനെ ആൾക്കാർ കൊണ്ടുതരും അല്ലേ. എന്തെങ്കിലുമൊക്കെ ആഡ്സിൻ്റെ ഫ്ലയേഴ്സ് തരും, നമ്മൾ കാഷ്വലി വിടുന്നൊരു കാര്യമാണ്. അതേസമയം ഒരാൾ വെറുതെ നിന്നൊരു പാട്ട് സൈഡിൽ നിന്ന് പാടിയാലും വി വിൽ അപ്രീഷിയേറ്റ് ദാറ്റ്. നമ്മൾ കാശ് കൊടുത്തില്ലെങ്കിൽ സംടൈംസ് ഇഫ് യു ഹാവ് ടൈം വിൽ ജസ്റ്റ് റെഡി ടു ലിസൺ ടു ദാറ്റ് സോങ് ഓർ ലിസൺ ടു ദർ പ്ലേയിങ്സ്, അവരെന്താണ് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ റെഡിയാണ്. പക്ഷേ അതേസമയം ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു സാധനം ഒരാൾ സൈഡിൽ നിന്ന് പറയുകയോ, ഇപ്പം അത് മുസ്ലിംസിൻ്റെ ആകാം, ഹിന്ദുസിൻ്റെ ആകാം, ക്രിസ്ത്യൻസിൻ്റെ ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്ലയർ വല്ലതും കൂടെ തന്നു കഴിഞ്ഞാൽ വി ആർ അഷെയിംഡ് ടു ലുക്ക് അറ്റ് ദാറ്റ്. കാരണം അതെന്തോ ഒരു ഇന്നത്തെ സൊസൈറ്റിയുടെ ഒരു പ്രശ്നമാണത്. അത് ശരിയല്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത്. വാട്ട് ഐ എം സേയിങ് ഈസ് ലൈക്ക് നമ്മൾ എന്താണോ പബ്ലിക് ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നത് അതിലേക്ക് വീണ് പോവുകയാണ്. അതാണ്. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എന്തുകൊണ്ടാണ് what is the significance of religion nowadays to become spiritual? Because religion ഇല്ലാതെയും ആൾക്കാർ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് നമ്മൾ പല സോഷ്യൽ മീഡിയയിലെ പല രീതികളിലും കാണുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ മെയിൻ ഒരു സ്പെഷ്യാലിറ്റി ഓഫ് എ ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ വി ആർ റെഡി ടു ടെസ്റ്റ് അല്ലേ. നമ്മളെല്ലാം പരീക്ഷിച്ച് നോക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ നോക്കും, നമ്മൾ ഇന്ന ഡയറ്റ് ചെയ്താൽ നമ്മുടെ ബോഡി മെലിയോ അല്ലേ, ഇല്ല ഇന്ന ഇത് ചെയ്താൽ എനിക്കത് വർക്കൗട്ട് ആവുമോ എന്ന് നമ്മൾ നോക്കും. സോ എവ്രിബഡി ഫീഡ് അവർ സെൽഫ് വിച്ച് ഈസ് ബെസ്റ്റ് ഫോർ അസ് അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് പല വഴികളിലേക്ക് പോകും. നമ്മൾ എന്താണോ ട്രഡീഷണലി ഫോളോ ചെയ്ത് വന്നത് അതിൽ എന്തെങ്കിലും ഫോൾട്ടുകൾ കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് മാൻ മെയ്ഡ്. ഗോഡ്സ് പ്രസൻസ് ഉണ്ട്. അത് കുറച്ചും കൂടി തിയോളജിക്കലി നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നവർക്ക് മാത്രമേ അതിന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ച് ഇറ്റ്സ് ജസ്റ്റ് സംതിങ് വിച്ച് ഇസ് മാൻ മെയ്ഡ് ആൻഡ് ദർ ഇസ് ലോട്ട്സ് ഓഫ് ഫോൾസ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട് അല്ലേ. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന അച്ഛനൊരു മനുഷ്യനാണ്. ആ അച്ഛനിലൊരു 100 തെറ്റുകൾ എനിക്ക് അല്ലേ, കുർബാന ചൊല്ലുന്ന ഒരു അച്ഛനാണെങ്കിൽ ഒരു പാസ്റ്റർ ആണെങ്കിൽ എനിക്കൊരു 100 തെറ്റുകൾ കണ്ട് എടുക്കാൻ പറ്റും. ഞാനൊരു ക്രിസ്ത്യൻ വ്യൂവിലാണ് പറയുന്നത്. അപ്പം ദാറ്റ് ഈസ് ഈസി. സോ റിലീജിയനിൽ എല്ലാത്തിലും തെറ്റുകൾ കണ്ടെത്താനും റിലീജിയൻ മോശമാണ്, സ്പിരിച്വാലിറ്റിയിലേക്ക് നമുക്ക് ഡയറക്റ്റ് എത്തിച്ചേരാൻ കഴിയും എന്നുള്ള ഒരു സാധനമാണ് ഇപ്പം നമുക്ക് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. സോ ഐ ആസ്ക്ഡ് ദാറ്റ് ക്വസ്റ്റ്യൻ. സോ വാട്ട് ഹീ ഗേവ് മീ ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ആൻസർ. ആൻഡ് അതും ഒരു ക്രിസ്ത്യൻ ബിഷപ്പ് ആയതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിറ്റിയിൽ നിന്നുകൊണ്ടുള്ള സംസാരമാണ് അദ്ദേഹം പറഞ്ഞത്. ബട്ട് സ്റ്റിൽ നമുക്കതിനെ കോമൺ ആയിട്ടും വ്യാഖ്യാനിക്കാൻ സാധിക്കുന്ന ഒരു ആൻസറാണ്. ആൻഡ് ആൻസർ ഇസ് ലൈക്ക് ദിസ്. ഹി ടോൾഡ് മീ നമുക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് സെൽഫിഷായിട്ട് നടന്നു നീങ്ങാൻ പറ്റും അല്ലേ. ഫോർ മീ, ഫോർ മൈ
എറ്റേണൽ ലൈഫ് ഇല്ലെങ്കിൽ എൻ്റെ ഹാപ്പിനെസ് അല്ല എൻ്റെ പീസ്ഫുൾനെസ്സിന് വേണ്ടി ഐ ക്യാൻ അച്ചീവ് സ്പിരിച്വാലിറ്റി ഇൻ മൈ ഓൺ വേസ്. പക്ഷേ റിലീജിയൻ എന്ന് പറയുന്നത് നമുക്ക് കാണിച്ചു തരുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഇൻ എ കമ്മ്യൂണിറ്റി ഓർ ഇൻ എ സൊസൈറ്റി എന്നുള്ളതാണ്. അതിനകത്ത് മെയിനായിട്ട് എടുത്തു പറഞ്ഞത് ജീസസ് ചെയ്ത ഒരു പ്രവൃത്തിയാണ്. ജീസസിന് നമ്മൾ ദൈവമാണ് ക്രിസ്ത്യാനിറ്റിയിലെ, ജീസസ് ഇസ് ഗോഡ്. അപ്പം അദ്ദേഹം ചെയ്തത് ഹി വാസ് റെഡി ടു ക്ലീൻ ദ ഫീറ്റ് ഓഫ് ഹിസ് ഡിസൈപ്പിൾസ് എന്നുള്ള, അല്ലെങ്കിൽ വാഷ് ദ ഫീറ്റ് ഓഫ് ഡിസൈപ്പിൾസ് എന്നുള്ളതാണ്. അപ്പം പരസ്പരം കാലുകൾ കഴിഞ്ഞിട്ട് ഡിസൈപ്പിൾസിനോട് പറഞ്ഞ് ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ചെയ്തീനെന്നാണ് പറഞ്ഞത്. കാരണം നിങ്ങളും മറ്റുള്ളവരുടെ കാലുകൾ കഴുകുക എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് ഒരാളുടെ കാല് കഴിയണമെങ്കിൽ ഞാൻ മാത്രം സ്പിരിച്വാലിറ്റിയിൽ ഒരു സൈഡിൽ ഇരുന്നായി എൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ എനിക്കതിന് സാധിക്കില്ല. ഐ ഹാവ് ടു ഗോ ടു ദ കമ്മ്യൂണിറ്റി ആൻഡ് ഡു ദാറ്റ് എന്നുള്ളതാണ്. അപ്പം ഞാനിപ്പം ഒരു റിലീജിയനിൽ നിൽക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ ഇരിക്കുന്ന സഹോദരൻ എൻ്റെ കാലുകൾ ഞാൻ കഴുകണം, അവൻ എൻ്റെ കാലുകൾ കഴുകുവാനും ഞാൻ അനുവദിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ കഴുകിയാൽ മാത്രം പോരാ, അവൻ എൻ്റേതും കഴുകാനുള്ള അനുവാദമില്ലെങ്കിൽ അതിനുള്ള അവസരം അവന് നീ കൊടുക്കണം. സോ ഫോർ ദാറ്റ് യു ഹാവ് ടു ബി പ്രസൻറ്റ്. അപ്പോൾ അതൊരു ഭയങ്കര നല്ലൊരു ആൻസറായിട്ട് എനിക്ക് തോന്നി. അത് റിലീജിയസ്ലി തന്നെ പോകണം എന്നൊന്നുമില്ല. പക്ഷേ ഒരു കുഞ്ഞും തൻ്റെ അമ്മയുടെ പാല് കുടിക്കാതെ, ഇല്ലെങ്കിൽ തൻ്റെ അമ്മയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സറഗേറ്റ് ആയിട്ടുള്ള ഒരാളുടെ ഇതില്ലാതെ വളർന്നു വന്നിട്ടില്ല. എവ്രിബഡി വോൺസ് എ നർച്ചറിങ് ആൻഡ് എ പാത്ത് ഹൂ സംബഡി ഹാസ് ടു ഡു ഫോർ ദം. അല്ലെ, ഏതെങ്കിലും ഒരു അനാഥ കുഞ്ഞു, പിന്നെ വഴിയിൽ പറന്ന് വീഴുന്ന ഒരു കുട്ടിക്ക് പോലും വഴി കാണിച്ചു കൊടുക്കാൻ ഒരാളുണ്ടാവും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവൻ നർച്ചേർഡായിട്ട് ഈ ലോകത്ത് ജീവിച്ചു പോകുന്നില്ല. സോ we need society, we need community. So religion is important with accepting all its faults and trying to എന്താ പറയുക, നമ്മൾ ഒരു വേർഡ് എനിക്ക് കിട്ടുന്നില്ല, റിഫോം ചെയ്തെടുക്കുക എന്ന് വേണേൽ പറയാം. നമ്മൾ പണ്ട് കാലത്ത്, അപ്പം ഞാനിവിടെ ട്രെൻഡിൻ്റെ കാര്യവും ക്ലീഷിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പം ഐ എം തിങ്കിങ്, പണ്ട് കാത്തലിക് സഭയിൽ പാപമോചന ചീട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പ് ദൈവത്തിന് തുല്യമാണെന്നും ഈ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി പോപ്പിന് കൊടുത്തു കഴിഞ്ഞാൽ കൊലപാതകം ചെയ്തിട്ട് വന്ന ആളെ പോലും ആളുകൾ ഒക്കെ എൻ്റെ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറയാൻ പോപ്പിന് സാധിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതിനെയൊക്കെ വളരെ തീവ്രമായിട്ട് എതിർത്ത ആൾക്കാരാണ് മാർട്ടിൻ ലൂതർ കിങ് ഒക്കെ. അങ്ങനെയാണ് ലൂതറിസം എന്ന് പറഞ്ഞ സഭ പോലും പുറത്തേക്ക് വന്നത്. അപ്പം അതിൻ്റെ റിനൈസൻസ് അല്ലേ, ഒരു റിഫോർമേഷൻ്റെ ഒരു കാലഘട്ടമാണ്. എന്നിട്ടും കാത്തലിക് സഭ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആ ഒരു മാറ്റം അവർ കൊണ്ടുവന്നു. അത് ആക്സെപ്റ്റഡ് ദാറ്റ് വാട്ട് ദേ ഡിഡ് വാസ് റോങ്. അത് ശരിയല്ലാത്ത ഒരു കോൺസെപ്റ്റാണ്, അത് മാനുഷികമായിട്ടുണ്ടാക്കിയ ഒരു കോൺസെപ്റ്റാണ്. ആരും ദൈവത്തിന് തുല്യമല്ല എന്നുള്ള സാധനം തിരിച്ചറിയുകയും അത് തിരുത്തുകയും ചെയ്ത് കഴിഞ്ഞിട്ടും ആ സഭ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ തെറ്റുകൾ നമ്മൾ തിരുത്തുക, നമ്മുടെ സഭയിലുണ്ടാകുന്ന തെറ്റുകൾ, നമ്മുടെ വീടുകളിലുണ്ടാകുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും മാതാപിതാക്കളെ തിരുത്താനുള്ള അവസരമുണ്ട്. അല്ലേ, മാതാപിതാക്കളിലും തെറ്റുകളുണ്ട്, എല്ലാവരിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ട്. സോ ഇഫ് യു പോയിന്റ് ഔട്ട് ആൻഡ് ട്രൈ ടു കറക്റ്റ് ദം ആൻഡ് go along with the path. And religion always helps us to be in your spirituality or strengthen your spirituality എന്ന് പറയുന്നത്. അത് എപ്പോഴെങ്കിലും നമ്മൾ വീക്കെൻഡായി പോകുന്ന സമയത്ത് നമ്മളുടെ കൈ പിടിച്ചു നിർത്താനും നമ്മുടെ കാല് കഴുകി തരുവാനും ഇല്ല നമ്മൾ കൂടെ പിടിച്ച് നിർത്തുവാനും ഒക്കെ ആയിട്ട് എപ്പോഴും റിലീജിയൻ നമ്മളെ സഹായിക്കും. ഇറ്റ് ഈസ് ഗുഡ് ടു ഫോളോ യുവർ റിലീജിയൻ ആസ് എ path, as a right path to reach to your spirituality. Thank you.